ഹായ് ഗൈസ്, വെൽക്കം ടു സ്റ്റോറീസ് ബൈ സൂപ്പ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഇവിടെ കുഴപ്പമില്ലാണ്ട് പോകുന്നു. ബിക്കോസ് ഇവിടെ ഭയങ്കര തണുപ്പും കാറ്റും മഴയും. മഴ എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് നേരം പെയ്യും പിന്നെ പോവും. അങ്ങനെ ഒരു വൃത്തികെട്ട രീതിയിലാണ് ക്ലൈമറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ നമുക്ക് ചെയ്യേണ്ട കാര്യം നമ്മൾ ചെയ്തല്ലേ പറ്റൂ, ഏത് ക്ലൈമറ്റിലാണെങ്കിലും. സോ ഇന്ന് നമ്മളൊരു ചെറിയൊരു പച്ചക്കറി മാർക്കറ്റിലേക്കാണ് പോകുന്നത്. ഇവിടെ തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ ഈ 3 ദിവസങ്ങളും തുറക്കുന്ന ഒരു ചെറിയൊരു വെജിറ്റബിൾ മാർക്കറ്റ് ഉണ്ട്. അത് റൊമാനിയൻസ് ആണ് ഇവിടെ നടത്തുന്നത്. അപ്പോൾ ഈ 3 ദിവസം മാത്രമേ ഉണ്ടാവും. ഭയങ്കര എന്താ പറയുക, ഭയങ്കര ലാഭത്തിൽ നമുക്ക് കുറേ വെജിറ്റബിൾസ് കിട്ടുകയും ചെയ്യും, അത്ര വലിയ പൈസ ഒന്നും ഇല്ലാണ്ട്. സോ നമ്മളിപ്പം അങ്ങോട്ടേക്കാണ് പോകാൻ പോകുന്നത്. ഇപ്പം ജസ്റ്റ് 1 മണി കഴിഞ്ഞു. അപ്പം നമ്മളിന്ന് അങ്ങോട്ടേക്ക് പോവാണ്. സോ അതിനുശേഷം നമുക്ക് ഫുഡ് കഴിക്കണം. പിന്നെ അതിനുശേഷം എനിക്ക് ക്ലാസ് ഉണ്ട്. ഞാൻ കുട്ടികൾക്ക് ക്ലാസ് എടുത്ത് കൊടുക്കുന്നുണ്ട്, കോഡിങ് ഫോർ കിഡ്സ്. അപ്പം അതുണ്ട്. സോ നമുക്ക് ഇന്നത്തെ ഡേ ഇങ്ങനെയൊക്കെയാണ് പോകുന്നത്. നാളെ പിന്നെയും ബാക്ക് ടു ഓഫീസാണ്. അപ്പം ഇന്ന് കുറച്ച് അടിച്ചു വിളിക്കാൻ വിചാരിച്ചു. ഓക്കെ, സോ വെൽക്കം ടു സ്റ്റോറീസ് ബൈ സൂപ്പ് വൺസ് അഗെയിൻ. ഇതാണ് ഇവിടുത്തെ ക്ലൈമറ്റ്. ഇത് നമ്മുടെ ബാക്ക് സൈഡ് ഗാർഡൻ ആണ് കേട്ടോ. പിന്നെ കുറേ ബിൽഡിംഗ് ഒക്കെ ബാക്കിൽ അവിടെ ഇവിടെ ഒക്കെ ആയിട്ടുണ്ട്. വീട്ടിൽ നിന്ന് അത്ര ദൂരമൊന്നുമില്ല, ജസ്റ്റ് ഒരു 10 minutes വോക്കേ ഉള്ളൂ. അപ്പോൾ നമുക്ക് റെഡി ആവാം. ഓക്കെ, അപ്പോൾ ഞാൻ പെട്ടെന്ന് റെഡി ആയിട്ടുണ്ട്. സോ ഒരു ടീഷർട്ട് എടുത്തിട്ടു, പിന്നെ മുടിയൊക്കെ ഒന്ന് സെറ്റാക്കി, പിന്നെ വീട്ടിലിടുന്ന ഒരു പാൻറ്റ് ഇട്ടിട്ടാണ് പോകാൻ പോകുന്നത്. ബിക്കോസ് ഇവിടെ അടുത്താണല്ലോ, ഒരു 15 മിനിറ്റ് 10 മിനിറ്റ് അത്രേ ഉള്ളൂ. സോ ഇറ്റ്സ് നോട്ട് എ ബിഗ് ഡീൽ. സോ അപ്പോൾ നമുക്ക് പുറത്ത് പോയാലോ. ഓക്കെ, എവിടെ പോകുന്നതിന് മുന്നേയും ചെക്ക് ചെയ്യേണ്ട കാര്യമാണ് ഈ ഹീറ്റർ ഓഫ് ആക്കിയിട്ടുണ്ടോ. ബിക്കോസ് എല്ലാ റൂമിലും ഹീറ്റർ ഓഫ് ആക്കിയിട്ടുണ്ടാവും. ഇത് കണ്ടാൽ മാത്രമേ സമാധാനമായിട്ട് ഒന്ന് പുറത്തിറങ്ങാൻ പറ്റുള്ളൂ. ജസ്റ്റ് ഒരു ബാഗ് മാത്രമേ എടുക്കുന്നുള്ളൂ. പിന്നെ കീ, അതാണ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. പക്ഷെ കീ ഞാൻ കുറേ പരതിയിട്ട് വേണം ഇനി എനിക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. ഒന്ന് നോക്കട്ടെ കേട്ടോ. സാധനം ഗൈസ് കുറേ നേരം പരതി ഓഫീസ് ബാഗിൽ നിന്ന് കിട്ടി. സോ ലെറ്റ്സ് ഗോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ അങ്ങോട്ട് പോകാൻ പറ്റില്ല. നിങ്ങൾക്കറിയാലോ, ഇവിടെ നിന്ന് പുറത്തിറങ്ങുമ്പോൾ കുറേ ചടങ്ങുകൾ ചെയ്യാനുണ്ട്. സോ ഫസ്റ്റ് തിങ് ഈസ് നമ്മുടെ വിൻ്റർ ഹാറ്റ്. അത് പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്യുക. ബിക്കോസ് ചെവിടൊക്കെ കവർ ചെയ്യണം, ഇല്ലെങ്കിൽ നമുക്ക് പനി, അസുഖങ്ങൾ, പല അസുഖങ്ങൾ, വെറൈറ്റീസ് ഓഫ് അസുഖങ്ങൾ നമുക്ക് വരും. ജസ്റ്റ് ഇവിടെ അടുത്തായതുകൊണ്ട് ഞാൻ ഈ ഒരു ജാക്കറ്റേ ഇടുന്നുള്ളൂ. ബിക്കോസ് പെട്ടെന്ന് പോയിട്ട് വരും, വലിയ സീനൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. സോ വേഗം എന്താ പറയുക, പോയിട്ട് വരാം. ഓക്കെ, സോ ഓൾ സെറ്റ്. ഇത് ഇവിടെ എന്തോ കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്ന സമയത്ത് കൗൺസിലിനോ എവിടുന്നോ ഇങ്ങനത്തെ വേസ്റ്റ്, ബിൽഡിംഗ് വേസ്റ്റ് മാത്രം എടുക്കാൻ വേണ്ടിയിട്ട് ഒരു സാധനം വരും. നമ്മുടെ നാട്ടിലെ പോലെ നമുക്ക് അവിടെ ഇവിടെ ഒന്നും കളയാൻ പറ്റില്ല. സോ അതാണിത്. ഇന്ന് തേഴ്സ്ഡേ ആയതുകൊണ്ട് അത്ര തിരക്കുണ്ടാവില്ല. പക്ഷെ സാറ്റർഡേ ഒക്കെ അതിൻ്റെ ഉള്ളിൽ പോലും കയറാൻ പറ്റില്ല, അത്രക്കും തിരക്കായിരിക്കും. ഈറ്റ് മോർ ആ സംഭവം കണ്ടോ, ഇതാണ് നമ്മുടെ മാർക്കറ്റ്. സോ ഗൈസ്, ഞാനങ്ങനെ വീട്ടിലെത്തി. കുറേ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് നമുക്ക് നോക്കാം കേട്ടോ. നിങ്ങൾ വീട്ടിലൊക്കെ വാങ്ങുന്ന സാധനമൊക്കെ തന്നെയാണ്, പക്ഷെ ഞാൻ എന്തൊക്കെയാണ് വാങ്ങിച്ചെന്നുള്ളത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരുന്നു. അത്രയേ ഉള്ളൂ. തക്കാളി, ബ്രിഞ്ചോൾ, ഇവിടെ ഓബർജീൻ എന്ന് പറയുന്നത്, പിന്നെ നേന്ത്രപ്പഴം, പിന്നെ എൻ്റെ ഫേവററ്റ് ആയത് പൊമോഗ്രാനറ്റ്, പിന്നെ അവക്കാഡോസ്, വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്. അത് പിന്നെ ഇത് എനിക്ക് റെഡ് ആപ്പിളിനെക്കാട്ടും ഇഷ്ടം ഗ്രീൻ ആപ്പിൾസ് ആട്ടോ. എനിക്ക് റെഡ് ആപ്പിൾ തീരെ ഇഷ്ടമല്ല.
അപ്പോൾ ഞാൻ എപ്പോഴും ഇത് വാങ്ങും. സോ അത്രയേ ഉള്ളൂ, ഇത് ഡെയിലി. അപ്പോൾ ഇത്രയേ ഉള്ളൂ സാധനങ്ങൾ. ഇനി ഞാൻ വേഗം പോയി ഫുഡ് കഴിച്ചിട്ട് ക്ലാസ്സിലിരിക്കട്ടെ. സോ നമുക്ക് ഫുഡ് കഴിക്കാം. ചോറുണ്ട്, ഹിയർ യു ഗോ. ഇതാണ് എൻ്റെ ലഞ്ച്. ചോറ്, കുറേ സാമ്പാർ. അതൊക്കെ ഇത് ഓവനിൽ ഹീറ്റ് ചെയ്യാം, ബിക്കോസ് നിങ്ങൾക്കറിയാലോ ഇവിടെ എല്ലാം തണുത്തിട്ടാണുള്ളത്. ഓക്കെ ഗൈസ്, അപ്പം ഫുഡൊക്കെ സെറ്റായി. ഇനി നമുക്ക് ഫുഡ് കഴിക്കാം. ഇതുണ്ടോ, ഇതെൻ്റെ ഫോൺ സ്റ്റാൻഡാണ്. അടിപൊളി സാധനമാണ് കേട്ടോ ഇത്. ഇറ്റ്സ് ലൈക്ക് എ ചെയർ. നല്ല മണം സാമ്പാറിൻ്റെതും മീൻ പൊരിച്ചിട്ടുണ്ട്. സോ ഞാൻ മീൻ കഴിക്കട്ടെ. ആദ്യം നമ്മൾ ഇതിൻ്റെ എല്ലാ കഷ്ണങ്ങളും ഇതാക്കുക. പിന്നെ ഒരു കഷ്ണം മീൻ പൊരിച്ചത്, അത് ചെറിയൊരു കഷ്ണം മതി കേട്ടോ. അതിങ്ങനെ കഴിക്കാം. സൂപ്പർ കേട്ടോ, സൂപ്പർ. എനിക്ക് എൻ്റെ അമ്മ ഉണ്ടാക്കി തരുന്ന സാമ്പാറൊക്കെ ഓർമ്മ വരുന്നു. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അമ്മ എല്ലാ വ്യാഴാഴ്ച സാമ്പാർ ഉണ്ടാക്കും, ബിക്കോസ് അമ്മക്ക് വ്രതമുണ്ട്. അപ്പം അന്നുണ്ടാക്കുന്ന സാമ്പാർ സൂപ്പർ. എനിക്ക് ആ ദിവസത്തിന് വേണ്ടി ഞാൻ കാത്തുക്കും. സോ അതൊക്കെ ഓർമ്മ വരികയാണ്. We have to go to motion. Okay. First, we have to go to events and then click. Then go to motion. Move Yeah. 10 steps. Yeah, exactly. And Screen. Now go to big screen. now Okay. And what to click? the green flag. Yeah, please. Yeah. How is it? Yes, good. ഓക്കെ. സോ ഞാൻ ഈ വ്ലോഗ് ഇവിടെ എൻഡ് ചെയ്യാണ്, വൈൻഡപ്പ് ചെയ്യാണ്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻസിലൂടെ അറിയിക്കാം. ആൻഡ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പിന്നെ ലാസ്റ്റ് ടൈം ഞാൻ വീഡിയോ ഇട്ട സമയത്ത് ലെഗസി സ്പാർക്ക് കോഡിംഗ് ഫോർ കിഡ്സിനെ കുറിച്ചിട്ട് കുറേ പേര് എൻ്റെ അടുത്ത് പേഴ്സണലി ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ അത് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ പറയുന്നത്. അത് കോഡിംഗ് ഫോർ കിഡ്സ് ആണ്. കിഡ്സിനുള്ള ഒരു ബിഗിനർ ലെവൽ സോഫ്റ്റ്വെയർ കോഴ്സാണത്. നിങ്ങളുടെ ഫ്ലെക്സിബിൾ ഡേ ആൻഡ് ഫ്ലെക്സിബിൾ ടൈമിങ്സിനാണ് അത് ഉണ്ടാവുക. സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ പ്ലീസ് ഡു വാട്സപ്പ്. നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ അപ്പോൾ അത്രയേ ഉള്ളൂ. നമുക്ക് പിന്നെ കാണാം. ടാറ്റ, ബൈ.